8 ദിവസം നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാടുവിട്ടിറങ്ങിയ കാട്ടാനക്കൂട്ടം അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് രാത്രി 7:45 കോഴിക്കോട് പാലക്കാട് ദേശീയപാത ആനക്കൂട്ടം മുറിച്ചുകടന്നു. പകൽ മുഴുവനും വനപാലകർ ഇതിനായി ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല. കാടുവിട്ടിറങ്ങിയ 3 കാട്ടാനകൾ 8 ദിവസമാണ് വനപാലകരെയും നാട്ടുകാരെയും വട്ടം കറക്കിയത്. മാങ്കുറിശ്ശിയിലും പെരിങ്ങോട്ടുകുറിശ്ശിയിലും തിരുവില്ലാമലയിലും മങ്കരയിലും എത്തിയ കാട്ടാനകൾ ഒടുവിൽ സ്വയം അവയുടെ സഞ്ചാരപഥം കണ്ടെത്തുകയായിരുന്നു. പടക്കം പൊട്ടിച്ചും ആർത്തുവിളിച്ചും കാട്ടാനകളെ തുരത്താൻ മാത്രമാണ് വനപാലകർക്ക് സാധിച്ചത്. എന്നാൽ ആനക്കൂട്ടം അവയുടെ ദിശ സ്വയം കണ്ടെത്തുന്നതുവരെ വനപാലകർ നിസ്സഹായരായി തുടർന്നു. രാവിലെ മുണ്ടൂരിലെത്തിയ കാട്ടാനകൾ റോഡിന്റെ ഒരു വശത്തെ കുറ്റിക്കാട്ടിൽ നിലയുറപ്പിച്ചു. മറുവശത്തുകൂടി 10 കിലോമീറ്റർ അകലെയാണ് ഇവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ. എന്നാൽ കനത്ത ഗതാഗതം മൂലം കാട്ടാനകൾ റോഡ് മുറിച്ചു കടക്കാൻ കൂട്ടാക്കിയില്ല. ഇരുട്ട് വീണതോടെയാണ് കാട്ടാനകൾ റോഡ് മുറിച്ചു കടന്നത്. ഇനി ഇവ തിരിച്ചു വരാതിരിക്കാൻ കുങ്കി ആനകളെ നിയോഗിക്കും. ഉൾക്കാടിലേക്ക് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിലേക്ക് കടത്തി വിട്ടിട്ട് നമ്മൾ പരിപാടി നിർത്തും. അത് മാത്രമല്ല അതിനുശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഉണ്ടാവും. കാരണം നമ്മൾ കുങ്കീസിന് ഇവിടെ നിർത്തും. ഇനി അത് വീണ്ടും കാരണം തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ള ഇത് നോക്കിയിട്ട് കുങ്കീസ് നിർത്തി ഇത് ഒരു കുറച്ചു കാലം കൂടെ കണ്ടിന്യൂ ചെയ്യും. ഈ കാട്ടാനക്കൂട്ടം ഇതുവരെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതേസമയം മലമ്പുഴയിലും മുണ്ടൂരിലും ഒറ്റയാൻ 2 പേരെ ചവിട്ടിക്കൊന്നിരുന്നു. അട്ടപ്പാടിയിൽ 5 മാസത്തിനിടെ 6 പേരെയാണ് ഒറ്റയാൻ കൊന്നത്. എസ് ജിംസ്, മീഡിയ 1, പാലക്കാട്.